സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3-ാം വാക്യം. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചനത്തിൽ സക്കേയൂസിനെ കുറിച്ച് പറയുകയാണ്. ശാപത്തിന്റെ നഗരമായിട്ടാണ് ജെറിക്കോയെ കണ്ടിരുന്നത്. പാമ്പ് വഴി വന്ന ആ ശാപം നീക്കുവാനായിട്ടാണ് ഈശോ അവിടേക്ക് കടന്നു വരുന്നത്. ഈശോ വരുന്നത് അറിഞ്ഞാണ് സക്കേയൂസ് യേശുവിനെ കാണുവാനായി ഓടുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പൊക്കക്കുറവ് അതിനൊരു തടസ്സമായിരുന്നു. തന്നെയുമല്ല, പൊക്കക്കുറവ് ശരീരത്തിന്റെ മാത്രമായിരുന്നില്ല, അവന്റെ സ്നേഹശൂന്യമായ പ്രവൃത്തികൾ മൂലവും ജീവിത രീതി കൊണ്ടും ജനങ്ങളുടെ മനസ്സിലും കുറുകിപ്പോയ മനുഷ്യനായിരുന്നു അദ്ദേഹം. പണത്തോടുള്ള ആസക്തി മൂലം ഉൾക്കണ്ണ് അടഞ്ഞുപോയ വ്യക്തി. എന്നാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയ നിമിഷം മുതൽ അവന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നു. യേശുവിന്റെ സാന്നിധ്യത്തിലും സ്നേഹത്തിലും തന്റെ കുറവുകളും പിഴവുകളും മനസ്സിലാക്കി അത് തിരുത്തുവാൻ തയ്യാറാകുന്നു. നമുക്ക് നമ്മിലേക്കൊന്ന് നോക്കാം. എൻ്റെ ജീവിതത്തിൽ യേശുവിനെ സ്വന്തമാക്കുവാൻ എന്നുള്ള പൊക്കക്കുറവായി നിൽക്കുന്നത് എന്താണ്? അതിനായി നമ്മെ തടസ്സപ്പെടുത്തുന്നവയെ വിട്ടുപേക്ഷിച്ച് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.